നേച്ചർ ലൈഫ് ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാലക്കാട് നിന്ന് വന്നിട്ടുള്ള രജിത ആൻറ്റിയാണ്. സോ ഡീറ്റെയിൽസ് നമുക്ക് രജിത ആൻറ്റിയുടെ അടുത്ത് ചോദിക്കാം. എൻ്റെ പേര് രജിത എന്നാണ്. രജിത ഉണ്ണികൃഷ്ണൻ, എവറസ്റ്റ് ഹൗസ്, പറക്കുളം, കണ്ണാടി, പാലക്കാട് നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഒരു 14 days എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? പിന്നെ അസുഖ വിവരങ്ങളെക്കുറിച്ചൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാമോ? ഓക്കെ, എനിക്ക് അസുഖം എന്ന് പറഞ്ഞാൽ അസുഖങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെയാണ്. ഷുഗർ ഉണ്ടായിരുന്നു, ഫൈബ്രോയിഡ് ഉണ്ട്, ബൾക്കി യൂട്രസ് ആണ്, ഫാറ്റി ലിവറാണ്, ഡിസ്ക് ബൾജ് ഉണ്ട്, പിന്നെ പല്ല് വേദനയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഞാൻ വളരെ സന്തോഷവതിയാണ്. എല്ലാത്തിലും നല്ലൊരു വ്യത്യാസം കാണുന്നുണ്ട്. ഞാൻ ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുകയാണെങ്കിൽ ഹസ്ബൻഡ് യോഗപരമായിട്ട് യോഗയിൽ നല്ലോണം കോൺസെൻട്രേഷൻ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ വിവാഹത്തിന് മുമ്പേ അങ്ങനെ തന്നെയായിരുന്നു. ഞാനും അദ്ദേഹത്തിനോടൊപ്പം ഉൾപ്പെട്ടിരുന്നു. പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് അല്ലെങ്കിലും കുറച്ചായിട്ട് ഞാൻ അതിൽ താല്പര്യം കാണിച്ചിരുന്നു. കല്യാണത്തിനോടുകൂടി തന്നെ ഞാനൊരു വെജിറ്റേറിയനായി. പിന്നീട് പ്രസവാനന്തരമാണ് എനിക്കിങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഓരോന്നോരോന്നായി വന്നത്. ഫൈബ്രോയിഡ് കാരണം കൊണ്ട് ഞാൻ 3 വർഷത്തോളം നല്ലോണം ചികിത്സയിലായിരുന്നു. മാറി പലവിധ ചികിത്സകളും ചെയ്തു. ഒരു മാറ്റങ്ങളും ഉണ്ടായില്ല. ഞാനൊരു സർജറിക്ക് എല്ലാം റെഡിയായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയതാണ്. അപ്പോൾ എൻ്റെ ഡേറ്റിന് മറ്റൊരു പേഷ്യൻറ്റിന്, അതൊരു ക്യാൻസർ പേഷ്യൻറ്റിന് നല്ല സീരിയസ് ആണ്, അവർ നല്ലോണം പെയിൻ അനുഭവിക്കുന്നുണ്ട്, നിങ്ങളുടെ ഡേറ്റിന് അവരെ സർജറി ചെയ്തോട്ടെ എന്ന് ഡോക്ടർ ചോദിച്ചു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. വീട്ടിൽ ഏട്ടനോടും മക്കളോടും ചോദിച്ചപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. ഞാൻ വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഏട്ടൻ ഇങ്ങനൊരു ഡിസിഷൻ എടുത്തു. ഏട്ടൻ്റെ ഗുരുവിൻ്റെ ശിഷ്യന്മാരും ഒക്കെ ഈ നാച്ചുറൽ ലൈഫിനെ കുറിച്ച് അറിയുന്നുണ്ട് അവർക്ക്. അപ്പോൾ ഡോക്ടർ അങ്ങനെ ഏട്ടൻ ആ സമയം കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വീടെത്തുന്ന സമയം കൊണ്ട് ഏട്ടൻ അങ്ങനൊരു തീരുമാനം എടുക്കുകയായിരുന്നു. നാച്ചുറൽ ലൈഫിൽ പോയിട്ട് 14 ദിവസം ക്യാമ്പ് അറ്റൻഡ് ചെയ്യുക, അപ്പോൾ ഇതിന് എല്ലാ രോഗങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ പറഞ്ഞതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അദ്ദേഹം നല്ലോണം ആത്മീയതയിലുള്ള ആളായതുകൊണ്ട് അവരെന്ത് പറഞ്ഞാലും എനിക്കതിൽ വിശ്വാസമുള്ളത് കൊണ്ട് ഞാനിവിടെ എത്തിപ്പെട്ടപ്പോൾ ഇവിടെ വന്നപ്പോൾ ഹോസ്പിറ്റൽ അന്തരീക്ഷമൊന്നും അല്ല. ഫിനോയിലിൻ്റെയോ അല്ലെങ്കിൽ മെഡിസിൻസിൻ്റെയോ ഒരു മണങ്ങളും ഇല്ല. രോഗികൾ ക്ഷീണിതരായിട്ടോ അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാരൻ്റെ ടെൻഷൻസോ അതൊന്നും ഈ അന്തരീക്ഷത്തിലില്ല. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം. നമുക്കൊരു തറവാട്ടിൽ പോയി നിന്നൊരു ഫീലിംഗാണ് ഉള്ളത്. ഇപ്പോൾ ആക്ച്വലി ഞാൻ എൻ്റെ തറവാട്ടിൽ വന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ആ സന്തോഷത്തോടു കൂടിയിട്ടാണ് പോണത്. പിന്നെ ഷുഗർ നോർമലായിട്ടുണ്ട്. കൈതരിപ്പും മരവിപ്പും എരിച്ചിലും ഒക്കെ ആയിട്ട് ഞാൻ 1.5 മാസത്തോളം ട്രീറ്റ്മെൻറ്റിലായിരുന്നു. എന്നിട്ടും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. ആ മാറ്റം ഇപ്പം നല്ലോണം, എനിക്ക് തീരെ തരിപ്പില്ല എന്ന് പറയാം, നല്ലോണം ഭേദമായിട്ടുണ്ട്. ഷുഗർ നോർമലായിട്ടുണ്ട്. പല്ലുവേദന കൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, പുളിപ്പായിട്ട് ഫുള്ളായിട്ട് മാറി. അങ്ങനെ ഞാൻ ടോട്ടലി എല്ലാം കൊണ്ടും വളരെ സന്തോഷത്തിലാണ്. സോ ഇവിടുന്ന് എന്ത് ലെസൺസാണ് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ഇത് തന്നെ ഞാൻ ഫോളോ ചെയ്യും. പിന്നെ ഏട്ടനാണെങ്കിലും മക്കളാണെങ്കിലും തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറയും പോലെ നല്ല അനുസരണയുള്ള കുട്ടികളാണ്. ഏട്ടൻ ഞാനിവിടെ നിന്ന് അങ്ങോട്ട് പോട്ടെ ഇതൊക്കെ അതുപടി ഫോളോ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. നല്ല സന്തോഷത്തോടെ ഇരിക്കുകയാണ്. കാരണം അവരിത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ലൈഫാണ്. വീട്ടിലെല്ലാവരെയും എത്തിക്കാൻ അവർ മനസ്സുകൊണ്ട് നല്ലോണം ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ അവിടെ മാറുമ്പോൾ, എൻ്റെ അടുക്കളയിലെ എല്ലാ സെറ്റപ്പും മാറുമ്പോൾ അത് ഞങ്ങൾ 4 പേരും അത് കൈനീട്ടി സ്വീകരിക്കും. ഇവിടെ വന്നിട്ട് വേവിച്ച ഭക്ഷണങ്ങൾ വളരെ കുറവാണ്. ഉച്ചയ്ക്ക് മാത്രം തോരൻ മാത്രമേ തരുള്ളൂ. ഞാൻ ചോറുണ്ടിട്ടില്ല അവിടെ വന്നിട്ട് ഈ 14 ദിവസം. ഗോതമ്പ് കഴിച്ചിട്ടില്ല. ഇതൊന്നും കഴിക്കാതെയും നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കിതിലൂടെ മനസ്സിലായി. പിന്നെ ഫാസ്റ്റിങ്, ഇളനീര് മാത്രം കഴിച്ചുകൊണ്ട് 3 ദിവസം ഞാൻ ഫാസ്റ്റിംഗ് എടുത്തു. വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെക്കൊണ്ട് ലൈഫിൽ പറ്റാത്തൊരു കാര്യമാണ് ഫാസ്റ്റിംഗ് ചെയ്യുക എന്നുള്ളത്. ഒരു വ്രതം എടുക്കും, ഏകാദശി വ്രതം, അതും ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ, ഗോതമ്പോ
അല്ലെങ്കിൽ റാഗിയോ അങ്ങനെ കഴിച്ചുകൊണ്ടുള്ള വ്രതമാണ് അനുഷ്ഠിക്കുക. പക്ഷേ ഇളനീർ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഫാസ്റ്റിംഗ് ഇവിടെ ആദ്യമായിട്ടാണ് ചെയ്ത്. 3 ദിവസം വളരെ സക്സസ്ഫുൾ ആയിരുന്നു. വളരെ സന്തോഷം തോന്നുന്നുണ്ട് എനിക്ക്. താങ്ക് യു. വീട്ടിൽ പോയി ഇതേപോലെ ഫോളോ ചെയ്യാൻ നോക്കാം. ഓൾ ദി ബെസ്റ്റ്.